ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ കിട്ടിയ അവസരത്തിൽ തൻ്റെ വശത്തേക്ക് ആക്കാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ശ്രീനിവാസൻ. അയാൾക്ക് ഇപ്പോൾ വിക്രത്തിനെ അങ്ങ് ഒരു പിടുത്തം കിട്ടുന്നില്ല. വിക്രമാണെന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറി പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിക്രത്തിനെ വിളിക്കുന്നു, വീട്ടിലിരുത്തി ചോറ് കൊടുക്കാൻ നോക്കുന്നു, എന്നാ പറയുന്നത്, മാറി നിൽക്കുന്ന വിക്രത്തിനെ വാന്നും പറഞ്ഞ് വിളിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ ശ്രീനിവാസനെ ഉപേക്ഷിക്കാനും പറ്റില്ല. അതുപോലെ വേദ പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് അംഗീകരിക്കുകയും വേണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുവിൽ എന്നുള്ളൊരവസ്ഥയിൽ ഇപ്പം നമ്മുടെ വിക്രം നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ശ്രീനിവാസൻ്റെ അരികിൽ തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ വിക്രം ശ്രീനിവാസൻ്റെ അടുത്ത് പോയിരിക്കുകയാണെന്നുള്ള കാര്യം അവിടെ വീട്ടിൽ അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും നാളുണ്ടായിരുന്ന പേടി അച്ഛൻ ഇപ്പോൾ വിക്രത്തിൻ്റെ കാര്യത്തിലില്ല. അവൻ ശ്രീനിവാസനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പോയതുപോലെ തന്നെ അവൻ തിരിച്ചു വരും. ഇനി ഒരിക്കലും അവൻ തെറ്റിൻ്റെ വഴിയിലേക്ക് പോവില്ല എന്ന കാര്യം അച്ഛൻ ഇങ്ങനെ അമ്മയോട് പറയുവാണ്. അപ്പോൾ മാഷ് ഇത് പറയുന്നത് കേട്ടപ്പോൾ കമലയ്ക്ക് ഒരുപാട് ആശ്വാസമായി. കാരണം ഇത്രയും കാലം പറഞ്ഞിരുന്ന ആ നാവ് കൊണ്ട് വിക്രം നശിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞ നാവ് കൊണ്ട് ഇന്ന് വിക്രം തെറ്റൊന്നും ചെയ്യില്ല, അവൻ നല്ലവനാണ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും ഇവരുടെ ഇടയിൽ ആ ഒരു ഇതൊക്കെ ഉണ്ടാകുന്നത് നന്ദിനിക്ക് അങ്ങ് തീരെ പിടിക്കുന്നില്ല. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. പക്ഷേ നന്ദിനിയുടെ വാക്കാരും വില വെക്കുന്നതുമില്ല. ആകെ ഒരു ആശ്വാസം നന്ദിനിക്ക് ഇപ്പോൾ വേദ അവിടെ ഇല്ലാത്തത് മാത്രമാണ്. പക്ഷേ തനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം വേണ്ടുന്നത് പോലെയൊക്കെ വിനിയോഗിക്കാൻ നന്ദിനി കണഞ്ഞു പരിശ്രമിക്കുന്നതും ഉണ്ട് കേട്ടോ. എന്തായാലും നന്ദിനി ഇപ്പം നമ്മുടെ മാഷ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുക. നന്ദിനി വാ തുറക്കുമ്പോൾ മാഷ ഒരു നോട്ടം നോക്കും, നന്ദിനി അതോടുകൂടി വായടയ്ക്കും. അപ്പം അങ്ങനെ നമ്മുടെ വിക്രം വന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര നിരാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. വിക്രത്തിനാണെങ്കിൽ വേദ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ഒരു ശൂന്യതയാണ് വീട്ടിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വിക്രം ഇപ്പം നേരെ ചൊവ്വനെ വീട്ടിൽ വരുന്നില്ല, വീട്ടിലിരിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പരാതിയും ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീജ പറഞ്ഞു. അപ്പോൾ അവൻ വരാത്തതിൻ്റെ കാരണവും അവൻ ഈ വീട്ടിലേക്ക് വരാൻ തോന്നിപ്പിക്കാത്തതിൻ്റെ കാരണവും വേദയാണെന്ന കാര്യം അച്ഛൻ പറയുക. വേദ ഇവിടെ ഇല്ല എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണെന്നും അതുകൊണ്ടാണ് അവൻ വരാതെ അവിടെ തന്നെ ഇങ്ങനെ, അതായത് വർക്ക്ഷോപ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അവൻ ഇവിടെ വരണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ ഇവിടെ പഴയതുപോലെ തന്നെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണണമെങ്കിൽ വേദ തിരിച്ചു വരണം. വേദ തിരിച്ചു വരാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് മാഷും പറഞ്ഞു. പക്ഷേ വേദയെ അവൻ വിളിക്കാൻ പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ മാഷിന് അറിയാവുന്നതല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. വേദമോള് തിരിച്ചു വരാനുള്ള ആ ഒരു സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല എന്നൊക്കെ അമ്മ പറയുമ്പോൾ ഞാനൊന്ന് പോയി വേദയെ കണ്ട് സംസാരിച്ചാലോ എന്ന് മാഷ് ചോദിക്കുക. മാഷ് അവരുടെ അരികിലേക്ക് പോകുമോയെന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ മകന് വേണ്ടി അല്ലെങ്കിൽ വേദയ്ക്ക് വേണ്ടി പോവേണ്ടി വന്നാൽ പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ കമലെ. എന്തായാലും ഞാനൊന്ന് പോയി കണ്ട് സംസാരിച്ച് നോക്കാം. അത് എത്രത്തോളം വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കൂടെ ഞാൻ അവനെയും കൂട്ടാം. ഞങ്ങൾ രണ്ടുപേരും കൂടി ചെല്ലുമ്പോൾ വേദ ഒരിക്കലും വിക്രത്തോട് മോശമായ രീതിയിൽ സംസാരിക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അച്ഛൻ വീട്ടിൽ പറയുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ. അവനെ അവളെ നാറ്റിച്ചിറക്കി വിട്ടു. ഇനിയിപ്പോൾ അച്ഛനും ചെന്ന് കയറി മേടിക്കാനായിരിക്കും താല്പര്യമല്ലേ എന്നൊക്കെ ചോദിച്ച് നന്ദിനി നിൽക്കുമ്പോൾ നന്ദിനി എന്നും പറഞ്ഞ് അച്ഛൻ ഒരു വിളി. അല്ല, അച്ഛൻ അവിടെ പോയി അപമാനിക്കപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അതിന് വേറെ അർത്ഥമൊന്നും അച്ഛൻ കാണണ്ട. നീ പറയുന്ന ഓരോ വാക്കിനും എത്ര അർത്ഥങ്ങളുണ്ടെന്ന് നന്നായി വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം നന്ദിനി. അതുകൊണ്ട് നീ അർത്ഥമൊന്നും ആരെയും പഠിപ്പിക്കേണ്ട എന്ന് മാഷു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിക്രത്തോട് കാര്യങ്ങൾ പറയാനായിട്ട് സുധാകര മാഷു പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ വേദയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അമ്മ വിക്രം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വിക്രം അന്നേരം പറഞ്ഞു വേണ്ട, അച്ഛനെ കൊണ്ടുപോകണ്ട. കാരണം അവിടെ ചെന്നാലും സംഭവിക്കാൻ പോകുന്ന ഇന്ന കാര്യങ്ങളാണെന്നും അച്ഛൻ അവരുടെ മുന്നിൽ അപഹാസ്യനാകുന്നത് കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് വിക്രം പറയുമ്പോൾ അച്ഛൻ തന്നെയാണ് മോനെ ഇങ്ങോട്ട് പറഞ്ഞത്. അച്ഛനും കൂടെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ വേദ ചിന്തകളൊക്കെ മാറ്റിയാലോ അല്ല തീരുമാനം മാറ്റിയാലോ അങ്ങനെ ഒരു ഇതാണെന്ന് പറയുമ്പം എനിക്ക് അങ്ങനത്തെ പ്രതീക്ഷകളൊന്നും ഇല്ലമ്മേ. അവൾ എന്തോ ഒന്നിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടി നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ പറയണു. അപ്പോൾ വിക്രം അത് പറയുന്നത് കേട്ടപ്പം അമ്മയ്ക്കും ശരിയാണ് എന്ന് മനസ്സിലായി. അമ്മ അന്നേരം പറഞ്ഞു എന്നാലും നമ്മൾ ഒന്നും ചെയ്തില്ലെന്നുള്ളൊരു കുറ്റബോധം ഇനിയിപ്പോൾ വേണ്ടല്ലോ. കാര്യം അച്ഛൻ അങ്ങനെ ഒരിക്കലും പറയുന്ന ഒരു കാര്യമല്ല. അച്ഛൻ അങ്ങനെ പറയുമ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ വേദയെ കാണാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകാൻ, അതായത് അച്ഛനും മോനും കൂടി പോകാൻ ഇറങ്ങുമ്പോൾ കമലയോടും അതുപോലെ ശ്രീജയോടും വിഷ്ണുവോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അവരിറങ്ങിയപ്പോൾ ഇവർ യാത്ര അയച്ച് ഇവർ ഇപ്പം നിൽപ്പുണ്ട്. അങ്ങനെ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും
ഹട്ടി അന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് വരാതിരുന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു നന്ദിനി ഇങ്ങനെ പതുക്കെ പറയാം. നീ എന്തെങ്കിലും പറഞ്ഞോ നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. എൻ്റെ ദേവി പോയതെല്ലാം ഭംഗിയായി നടന്ന് തിരിച്ചു വരണേ എന്ന് ഉള്ളിൽ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നമ്മുടെ കമല ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ ശ്രീജിയും ഇതേ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി നേരെ വേദയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ വേദയുടെ അച്ഛൻ അവിടെ ഇരുന്ന ബുക്സോ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പത്മമ്മ കൊണ്ട് ചായയൊക്കെ കൊടുത്തിട്ട് അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. അപ്പോൾ ആരാ എന്നുള്ളൊരിതിൽ ഇവർ ചെന്ന് വാതിൽ തുറന്നപ്പോൾ മാഷും അതുപോലെ നമ്മുടെ വിക്രവും നിങ്ങളോ കയറി വാ എന്ന് പറഞ്ഞു ഇങ്ങനെ ഇവരെ അകത്തേക്ക് വിളിക്കുക കേട്ടോ നമ്മുടെ പത്മം. അപ്പോഴാണ് വേദയുടെ അച്ഛൻ ഇങ്ങനെ നോക്കുന്നത് ഇവരെ കാണുന്നതും. അപ്പോൾ ഇവർ കയറി വന്നപ്പം ഇതാരെ സുധാകരൻ മാഷോ കയറി വാ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് വേദയുടെ അച്ഛനും വളരെ കാര്യമായിട്ട് തന്നെ. അപ്പോഴത്തേക്കും എവിടുന്നോ മണത്തറിഞ്ഞെടുത്തന്നെ ഓടി വന്നു. ഇങ്ങനെ നിൽക്കുക അവിടെ ഏതാന്നൊക്കെ. അതുപോലെ തന്നെ വർഷയും അങ്ങനെ ദീപ്തി ഇറങ്ങി വന്നപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും കുറേയൊക്കെ മനസ്സിലായി. അതായത് വേദയുടെ അച്ഛനൊക്കെ അദ്ദേഹം ഇങ്ങനെയൊക്കെ അല്ല എന്താ മാഷ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വേദമോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പത്മ എന്നോട് പറഞ്ഞിരുന്നു എന്ന കാര്യം ഈ അച്ഛനോട് പറയാം. അപ്പോൾ മോള് ഇപ്പോൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറേ ആയില്ലേ, ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ പെട്ടെന്നാണ് വേദയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം വന്നത് എന്ന കാര്യമൊക്കെ സുധാകരൻ മാഷ് ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദീപ്തി ഇങ്ങനെ ചെവി വട്ടം പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഹിൻഡുകളൊക്കെ ദീപ്തിക്കും കിട്ടിത്തുടങ്ങി. അപ്പോൾ ദീപ്തിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ളത്. അത് വരുണുമായിട്ട് ദീപ്തി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പരസ്പരം അങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും വിക്രം പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്നും ഞാനായിട്ട് വേദയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേദയുടെ അച്ഛൻ പറഞ്ഞു വേദയ്ക്ക് വിക്രത്തോടുള്ള ദേഷ്യം എന്ന് പറയുന്നത് ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ പേരിലാണ് അവൾ ഇറങ്ങിപ്പോകുന്നതെന്നാണല്ലോ പറയപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സുധാകരൻ മാഷ് പറഞ്ഞു അത് സാറ് പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ്. പക്ഷേ ഇവനിപ്പോൾ ഒരുപാട് മാറി. ശ്രീകാര്യം ശ്രീനിവാസൻ്റെ അരികിലൊന്നും പഴയതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവൻ പോവാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ചിരിച്ചു അദ്ദേഹം. എന്തായാലും വിക്രം പോയി വേദയെ കണ്ട് സംസാരിച്ച് നോക്ക്. അതിലെത്രത്തോളം ആ പോക്ക് സക്സസ് ആവുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവൾ ഇന്ന് വരെ ആരുടെയും മുന്നിൽ മനസ്സ് തുറന്നിട്ടില്ല. ഒരു കാര്യങ്ങളും അവൾ പറഞ്ഞിട്ടുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും മുറിയിൽ തന്നെ ഇരിപ്പാണ്, മുറി അടച്ച് തന്നെ ഇരിപ്പാണ്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദീപ്തി ഓടി കയറി ചെന്നിട്ട് വേദയോട് കാര്യം പറ അവർ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ആരൊക്കെ വന്നേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വിക്രവും ചേട്ടനും അതുപോലെ തന്നെ അവിടുത്തെ അച്ഛനും ആണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര ഒരു ഇത്. അപ്പോൾ വേദയാണെങ്കിൽ ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തണമല്ലോ, അതിന് വേണ്ടി ഇങ്ങനെ അപ്പോൾ നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദീപ്തിയെ പറഞ്ഞു വിട്ടു. തൊട്ടടുത്ത നിമിഷം വിക്രം മുകളിലോട്ട് കയറി വന്നു. വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേദ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. വേദ എന്നും പറഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് ചെന്നു. പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അന്ന് പറഞ്ഞു വിട്ടതല്ല വിക്രം, പിന്നെ എന്തിനാ വിക്രം വീണ്ടും വന്നതെന്ന് ചോദിച്ചു. അങ്ങനെ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കി വീട്ടിൽ പോയിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റണ്ടേ? നീ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയുന്നില്ല, എന്തിനു നീ വീട് വിട്ട് പോന്നു എന്ന് പറയുന്നില്ല, എല്ലാവരെയും വലിയൊരു സങ്കടക്കടലിലാക്കിയിട്ടാണ് നീ പോന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിക്രം പറഞ്ഞപ്പോൾ വേദയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരിക. പക്ഷേ ആ നിറയുന്ന കണ്ണുകളോടുകൂടി തന്നെ വേദ വിക്രത്തോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എൻ്റെ ഭാര്യയല്ലേ, ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നെ വേദനിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ വിക്രം ചോദിക്കുമ്പോൾ ഭാര്യയും ഭർത്താവോ? നമ്മൾ രണ്ടുപേരും ജീവിച്ച് ഇത്രയും കാലത്തിനോടിടയ്ക്ക് ഒരിക്കലും ഞാനോ നിങ്ങളോ ഭാര്യയായും ഭർത്താവായും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വക അവകാശവാദങ്ങളൊന്നും എൻ്റെ മുന്നിലെടുക്കാൻ നിൽക്കണ്ട. എനിക്ക് അത് കേൾക്കാൻ തീരെ താല്പര്യവും ഇല്ല എന്ന് പറയുമ്പം സോറി പറഞ്ഞു വിക്രം. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും അറിയാതെയും അറിയിക്കാതെയും ചെയ്തതിൻ്റെയും പറഞ്ഞതിൻ്റെയും ഒക്കെ അനന്തരഫലം ഇപ്പോൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം വിക്രമത്തോട് പറഞ്ഞതിലപ്പുറം എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെയും അത് മനസ്സിലാക്കാതെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ? എൻ്റെ പേരും പറഞ്ഞ് ഭാര്യ എന്നുള്ള അവകാശവാദവുമായി ഈ വീടിൻ്റെ പടി ചവിട്ടരുതെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടത് കേൾക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനായിട്ട് വന്നതല്ല, അച്ഛനെ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, നിന്നെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നതാണ് എന്ന് വിക്രം ഇങ്ങനെ പറയാം. അപ്പോൾ എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് ആരോടും സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. വേദ നീ തന്നെയാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുക. എനിക്ക് എന്താ പറയാൻ പറ്റത്തില്ലേന്ന് വേദ എന്നിട്ട് തിരിച്ച് വിക്രത്തോട് ചോദിച്ചു. അപ്പോഴെല്ലാം വിക്രം ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് വേദയ്ക്ക് നെഞ്ചു പൊട്ടുന്ന വേദനയാണ്. വേദന ഇങ്ങനെ സഹിച്ചു പിടിച്ച് കണ്ണുനീരൊക്കെ ഇങ്ങനെ വിക്രം കാണാതെ മറച്ചു പിടിച്ച് ഭയങ്കര കഷ്ടപ്പെട്ട് നിൽക്കുക. വേദ പൊക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട,
എനിക്ക് ഒന്ന് ആരെയും കാണുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് വേദ വിക്രത്തെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു. വിക്രം അങ്ങ് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ സുധാകരൻ മാഷ് അങ്ങനെ ഇരിക്കുന്നു. സുധാകരൻ മാഷ് വിക്രത്തെ കണ്ടു. അപ്പോൾ ബാക്കിയുള്ളവരും കണ്ടു. അന്നേരം ഇതെല്ലാം കണ്ടിട്ട് ഉള്ളിൽ പൊട്ടിച്ചിരിക്കുക അവിടെ നമ്മുടെ ചേട്ടനും ചേച്ചിയൊക്കെ. പുറമേ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് അച്ഛനിരിക്കുക, അല്ലെങ്കിൽ അവർ കൈ നോക്കിയാൻ. ആ ഒരു സമയത്ത് സുധാകരൻ മാഷും അവനോട് ചോദിച്ചു, അതായത് വിക്രത്തോട് ചോദിച്ചു, മോനെ വേദ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അവൾക്ക് നമ്മളെ ആരെയും കാണണ്ടെന്ന് വെച്ചാൽ പറഞ്ഞതെന്ന് പറയുമ്പോൾ മോൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. അതെ, ഞാൻ വന്നിട്ടുള്ള കാര്യം നീ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞതാണ് എന്ന് വിക്രം പറയാം. നമുക്ക് ഇറങ്ങാം അച്ഛാ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് വിക്രം അച്ഛനോട് പറയുമ്പോൾ എനിക്കൊന്ന് വേദമോളെ കാണണമെന്ന് പറഞ്ഞു. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല അച്ഛാ എന്ന് പറയുമ്പം അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ വന്നത് വേദയെ കാണാനാ, അത് കണ്ടിട്ടല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് ശങ്കരനോടും പറഞ്ഞു. അപ്പോൾ ശരി, പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ കാരണവന്മാർ സംസാരിച്ചിട്ട് നേരെ മുകളിലോട്ട് കയറിപ്പോയി നമ്മുടെ സുധാകരൻ മാഷ്. അച്ഛനെ കണ്ടപ്പോഴത്തേക്കും വേദ ഓടി ഇറങ്ങി വന്നു. അപ്പം മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ ഇങ്ങനെ വിളിച്ചു. അച്ഛാ, അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് വേദ ചോദിക്കുക. ആരൊക്കെ വന്നിട്ടും നീ നിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. നീ നമ്മുടെ വീട്ടിലേക്ക് വരാൻ മനസ്സ് കാണിക്കുന്നതുമില്ല. പക്ഷേ നിൻ്റെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ടെന്ന് ഈ അച്ഛന് നന്നായിട്ട് അറിയാം. ആ കാരണം മറ്റാരോടും നീ പറയാത്തതാണെന്നും എനിക്കറിയാം. അതെന്ത് കാരണമാണെങ്കിലും നിനക്ക് അച്ഛനോട് പറഞ്ഞൂടെ? അതിനുള്ള പരിഹാരം അതെന്ത് തന്നെയാണെങ്കിലും നമുക്ക് കണ്ടെത്തിക്കൂടെ എന്നിങ്ങനെ സുധാകരൻ മാഷ് ചോദിക്കുമ്പോൾ, ഇല്ലച്ചാ, ഒരിക്കലും അതിനൊരു പരിഹാരം കണ്ടെത്താൻ അച്ഛനെ കൊണ്ടോ ആരെ കൊണ്ടും കഴിയില്ല. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപാട് പേര് ദുഃഖിക്കുന്നത് ഞാൻ കാണേണ്ടി വരുമായിരുന്നു എന്ന് വേദ ഒരു ഇതിട്ടങ്ങ് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ സുധാകരൻ മാഷിന് അത് കൊളുത്തി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മറ്റാർക്കോ വേണ്ടിയിട്ടാണ് നീ ഒരു ത്യാഗം സഹിക്കുന്നതല്ലേ എന്ന് അച്ഛൻ മോളോട് ചോദിച്ചു. അച്ഛൻ ഇത്രയും മതി മോളെ. അപ്പോൾ നിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വിക്രവും നമ്മുടെ വീടും നമ്മുടെ വീട്ടിലുള്ളവരും തന്നെയാണെന്ന് അച്ഛന് മനസ്സിലായി. നിന്നെ അലട്ടുന്നത് എന്ത് പ്രശ്നമാണെങ്കിലും അത് അധിക നാളൊന്നും മൂടി വയ്ക്കപ്പെടാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരിക തന്നെ ചെയ്യും. അന്ന് നിന്നെ കാണാൻ അച്ഛൻ ഒരിക്കൽ കൂടി വരും. മാത്രമല്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാം. പടിപ്പുരയുടെ വാതിൽ നിനക്ക് മുന്നിൽ ഒരിക്കലും അടയില്ല, എന്നും അത് തുറന്ന് തന്നെ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനങ്ങ് പോയി. അതും പറഞ്ഞ് അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വേദയ്ക്കത് സഹിക്കാൻ പറ്റിയില്ല അച്ഛൻ പറഞ്ഞ കാര്യം. എന്നിട്ട് മുറിയിൽ പോയിരുന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞു എന്നുള്ള രീതിയിൽ വേദ ചങ്കു പൊട്ടി കരയുവാണ്. കാരണം ആ മനുഷ്യനും അതുപോലെ വിക്രവും ഒന്നും നിസ്സഹായരായി ഇറങ്ങിപ്പോയില്ലേ. അവരുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ വേദയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. അവരെ നിരുത്സാഹപ്പെടുത്തി ഇറക്കി വിടാൻ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം അത് വേദയുടെ ഉള്ളിൽ കിടന്നിങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞ് സുധാകരൻ മാഷ് താഴെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ വേദയെ കണ്ട കാര്യമൊക്കെ അവരോട് പറഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒരു കാര്യമുണ്ടെന്ന് തോന്നണില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവുകയാണെന്ന് സുധാകരൻ മാഷ് പത്മത്തോടും അതുപോലെ ശങ്കരനോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചും അതുപോലെ വിവരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ ഇവർ പടി ഇറങ്ങി പോരുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച വരാനിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ വേദ വിക്രവുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു സമയവും അവരുടെ രണ്ടുപേരുടെയും സ്വകാര്യതയിലുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രണയം, സമയം, കാര്യങ്ങൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ കഥ വരാനിരിപ്പുണ്ട്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.